ഇങ്ങനെ വട്ടം കറക്കിയാൽ പിന്നെ നമ്മളിപ്പോൾ തുടങ്ങട്ടെ. ഇതാണ് പിന്നെ നമ്മളെ പിന്നെ പരശുനാഥ ഹില്ലിലുള്ള കാഴ്ചയാണ്. ഇവിടെ ജനങ്ങളെ ഇങ്ങനെയുള്ള ട്രോളിയിലാണ് വയ്യാത്തവരെ കൊണ്ടുപോവുക, ആ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ പ്രദേശത്തുള്ള ആദിമനിവാസികളായിട്ടുള്ള ആളുകളാണ് ജോലിയെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് തരം വ്യത്യസ്ത തരം ട്രോളികളുണ്ട്. ഇതിലൂടെ 15-20 കിലോമീറ്റർ മല കയറ്റി ആളുകളെ കൊണ്ടുവരുന്ന അതിസാഹസികമായ പ്രവർത്തനത്തിലാണ് ഇതിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. आप लोग इधर वाला है ना, घर इधर है, सामने है ना, घर सामने, ये पहाड़ के सामने है ना घर। अच्छा, गाँव वाला है ना, कौन सा गाँव है? गिरिडीह जी। इधर इधर भी मधुबन, इधर भी आदिवासी विभाग है ना। कौन सा विभाग है ना आप लोग? बैरा और मुंड्रा और गढ़वार। हाँ, गढ़वार आए, इधर झारखंड में बैरा है, मुंड्रा है, सोरन है, सब है ना, मैं पढ़ते हैं पहले। हाँ, ऐसा है। आप लोग बड़वारा। अच्छा, आप लोग घर में क्या खाना है? चावल खाती है ना? हाँ, चावल धान होता है, धान होता है, खेती करते हैं। गेहूँ है ना, गेहूँ होता है नहीं, गेहूँ करते हैं खेती। आलू होता है, बटाटा होता है। ऐसा पोटैटो सबको बताया ना। अच्छा, उसके बाद शाम को खेती लगाते हैं। खेती लगाता है। जंगल में मिलेगा खाने के लिए? कुछ नहीं। खेत है ना, खेत मालूम है ना। हम लोग रांची में गया था। खेत मिलता है, इधर नहीं है। बंदर नहीं रहने देता। पेड़ भी नहीं है, नहीं है अभी, इधर नहीं है ना, इधर रांची में नहीं है। कुंड्रा फॉल्स जाने के लिए बहुत उधर नीचे है। हाँ, नीचे है, उधर नीचे, इधर नहीं है। इधर नहीं है, इधर नहीं, नीचे है। और दूसरा आइटम मिलेगा जंगल में? कुछ नहीं। हनी मिलेगा, हनी मीठा वाला। कुछ नहीं। क्या काम करना, इससे तेरे काम करने वाला ये काम। अब लोग का खेती नहीं है ना? खेती है तो खेती है थोड़ा। चाय पीने का 20 रुपया है। आप कहाँ से? हम लोग बहुत दूर से ना, केरला से। अच्छा। केरला बहुत दूर है ना, बहुत दूर से इधर आ जाएगा। हम लोग इसी तरह यात्रा करने धनबाद से आ रहे हैं। केरला से इधर हम लोग पहले 25 साल हुआ था पूरा भारत यात्रा करने को। अच्छा। चले टॉयलेट है ना, टॉयलेट हैं? सामने। अच्छा। സമയത്ത് ശിഖർജി ട്രക്കിംഗ് പൂർത്തിയായി. മലനിരയുടെ മുകളിലെത്തി പരശുനാഥ് മന്ദിരമാണ് കാണുന്നത്. അവിടേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ മലനിര മുഴുവൻ ജൈന ക്ഷേത്രങ്ങളാണ്. പൗരാണിക കാലത്ത് ജൈന തീർത്ഥങ്കര സന്യാസിമാർ ധ്യാനത്തിനും ഏകാന്ത ധ്യാനത്തിനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന, ആയിരത്താണ്ടുകളായി വന്നുകൊണ്ടിരുന്ന മലനിരയാണ്. മഹാവീറിന് മുമ്പേയുള്ള തീർത്ഥങ്കരന്മാരെല്ലാവരും ഇവിടെ സമാധിയായി എന്നാണ് വിശ്വാസം. അങ്ങോട്ട് നോക്കിയാൽ ബാക്കി ഭാഗങ്ങളെല്ലാം കാണാം. ഇവിടെയൊക്കെ നിരവധി ക്ഷേത്രങ്ങൾ കാണാം. അങ്ങനെ നെറുകയിൽ വരെ നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും മനോഹരമായൊരു കാഴ്ച ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ് ഉള്ളത്. പരശുനാഥ ഹില്ലിൻ്റെ എല്ലാ മലനിരകളിലും നമുക്കിവിടെ നിന്നാൽ ക്ഷേത്രങ്ങൾ കാണാം. ഈ മലനിരയിൽ കാണാം, ഇവിടെ ഇപ്പുറത്തെ മലനിരയിൽ കാണാം, ഇവിടെ കാണാം, താഴ്ഭാഗം കാണാം. നമ്മൾ വന്നത് അങ്ങ് ഇവിടെ വളരെ ദൂരെ നിന്നാണ്. ആ ഭാഗം കാണാം.
ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെയും ചുറ്റും മലനിരകളിൽ 23ഓളം തീർത്ഥങ്കരന്മാരുടെ ക്ഷേത്രങ്ങൾ 23 സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. ഏറ്റവും ഉയരത്തുള്ളത് പാർശ്വനാഥൻ്റെ ആ മലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ തീർത്ഥങ്കരന്മാരുടെയും പ്രതിമകൾ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അവരവരുടെ പ്രതിമകളൊന്നുമില്ല, എല്ലാവരുടെയും കാൽപാദങ്ങൾ മാത്രമാണ് നമുക്ക് ദർശനമാക്കി തന്നിട്ടുള്ളത്. 23 തീർത്ഥങ്കരന്മാരുടെയും പുണ്യപാദങ്ങൾ എല്ലാ സ്തൂപങ്ങളിലും ക്ഷേത്രങ്ങളിലും നമുക്ക് ദൃശ്യമാണ്. ഇത് ഈ പരശുനാഥ ഹില്ലിൻ്റെ മുകളിൽ നിന്ന ചുറ്റുവട്ടം 360 ഡിഗ്രിയിൽ നമുക്ക് കാഴ്ചകൾ വ്യക്തമാണ്. ഇത്രയ്ക്ക് മനോഹരമായ ഒരു ഭൂപ്രകൃതിയിൽ ഒരു മലനിരയുടെ മുകളിൽ ഇത്രയധികം ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയം ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ല എന്നുറപ്പിച്ച് പറയാൻ കഴിയും. മനോഹരമായ വനഭൂമിയാണ്. മാർബിളുകൾ ചുമന്ന് കയറ്റി ഈ മലനിരയുടെ മുകളിൽ ഇത്തരം ക്ഷേത്രങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്ഥാപിച്ച ചൈന മതവിശ്വാസികളുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് ഈ മലനിര ഈ ക്ഷേത്ര സമുച്ചയങ്ങളിൽ നിന്ന് നിലനിൽക്കുകയാണ്. പാദങ്ങൾ ജൈന തീർത്ഥങ്കരന്മാരുടെ പുണ്യപാദങ്ങൾ 2500 വർഷങ്ങൾക്ക് മുമ്പേ ജൈന തീർത്ഥങ്കരന്മാരുടെ പുണ്യപാദങ്ങൾ പതിഞ്ഞ സ്ഥലമാണിത്. വർദ്ധമാന മഹാവീരൻ BC 500 ആ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പേ ജീവിച്ച 23 തീർത്ഥങ്കരന്മാരുടെ പാർശ്വനാഥൻ തുടങ്ങിയുള്ള 23 നേമിനാഥ, പാർശ്വനാഥ, സുമിനാഥ തുടങ്ങിയിട്ടുള്ള 23 തീർത്ഥങ്കരന്മാരുടെ മോക്ഷപ്രാപ്തി ഉണ്ടായ സ്ഥലമാണ് സമേത് ശിഖർജി, ജാർഖണ്ഡിലെ. ഇന്ത്യയിലെ ജൈനന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ വാരണാസി, അവരുടെ കാശി എന്ന് പറയാവുന്ന സ്ഥലമാണിത്.